ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡ്റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വീഡിയോക്ക് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കൾ സ്കൂൾ പോലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ ഹോളും മറ്റു റൂമും കിച്ചണൊക്കെ ഒന്ന് നമ്മൾ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ റൂം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ബെഡ്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതപ്പൊക്കെ ഞാൻ മടക്കി വെക്കുന്ന ടൈമിൽ നമ്മൾ അലമാറിലും കട്ടിലൊക്കെ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കാമെന്ന് വെച്ചാൽ. പിന്നെ ജനലിലൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മൾ കർട്ടൻസൊക്കെ ഒന്ന് പൊക്കി വെക്കുകയാണ്. അപ്പോൾ ഈ റൂമിൽ പൊതുവേ ഒരു വെളിച്ചം കുറവാട്ടോ. കാരണം നമ്മൾ ജനലിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ സിറ്റ് ഔട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ബെഡ്റൂമിലേക്ക് അത്ര തന്നെ വെളിച്ചം ഉണ്ടാവില്ല. എന്നാലും കർട്ടൻസൊക്കെ പൊന്തിച്ചാൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടാവും. ക്യാമറയിൽ അത്ര വെളിച്ചമായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ മാറലൊക്കെ തട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കർട്ടൻസിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ മാറാല കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ മാറാലക്കുള്ളിട്ട് തന്നെ ഇങ്ങനെ തട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒന്നാകെ പൊടി തട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ടാണല്ലോ എപ്പോഴും പൊടി തട്ടുന്നത്. അപ്പോൾ അതുപോലെ ബ്രഷ് വെച്ചാൽ നല്ല പൊടി പോകട്ടാം. അപ്പോൾ ജനലിലെ പൊടിയൊക്കെ ഞാൻ ഇതുപോലെ നല്ലൊന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ബ്രഷ് ആയിട്ട് വെച്ച് തട്ടണമെങ്കിൽ നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് തുടക്കുക അങ്ങനത്തെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ നമുക്ക് നല്ലൊന്ന് തട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ മക്കളെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാം കേട്ടോ. അപ്പോൾ മദ്രസ ബാഗും പിന്നെ തൊപ്പി പുസ്തകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗമൊന്ന് ഞാൻ തുടച്ചെടുത്തിട്ട് ബാഗൊക്കെ അവിടെ ഒന്ന് റെഡി ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ അതാ തൊപ്പികളും പിന്നെ ബുക്കും എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നല്ലൊന്ന് അടിച്ച് വാരി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ ഒരുപാട് കാര്യങ്ങൾ വലിച്ച് വാരിയിടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇതാ നല്ലൊന്ന് അടിച്ച് വാരിയിടുന്നുണ്ട്. അടിച്ച് വരുമ്പോഴായാലും ഒരുപാട് കച്ചറൊന്നുമില്ല കേട്ടോ. നമ്മൾ പൊടി തട്ടിയ കച്ചറ പിന്നെ മാറാല അങ്ങനെ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കച്ചറൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ കട്ടിൻ്റെ ചുവടും എല്ലാവരും മുക്കും മൂലയൊക്കെ ഒന്ന് നല്ല അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു ക്ലോത്ത് നനച്ചെടുത്തിട്ട് ഇതുപോലെ അൽമാരും കട്ടലും എല്ലാം നല്ല തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലോത്ത് തുടച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല. ഒന്ന് പൊടി ജസ്റ്റ് ഒന്ന് പൊടി തട്ടിപ്പോയാൽ മതി. ഇത് നമ്മളിപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലോത്ത് നല്ലൊന്ന് നനച്ചെടുത്തിട്ടാണ് തുടച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ബെഡ്റൂം മൊത്തത്തിൽ ഞാൻ നല്ല ക്ലീനാക്കി തുടച്ച് എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കണ മുന്നായിട്ട് ബെഡിൽ ഇതുപോലെ ഒരു കോതടിയാണ് വിരിക്കുന്നത്. ഇത് വിരിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാത്ത രൂപത്തിൽ കിടക്കും. പിന്നെ ആണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. കിടക്കുമ്പോഴായാലും നല്ലൊരു സുഖം ഉണ്ടാവും. അപ്പോൾ ഞാനിത് അതുപോലെ കോതടി വിരിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ എന്തായാലും. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ആണോ അതല്ലെങ്കിൽ ക്ലീനിങ് വീഡിയോ അങ്ങനെയൊക്കെയാണോ എന്താണ് ഇഷ്ടമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ നമ്മൾ ഗിവ് അവേൻ്റെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇത് 10ാമത്തെ വീഡിയോ ആട്ടോ ഞാൻ ഇടുന്നത്. പക്ഷേ 10 വീഡിയോയിൽ നമ്മൾ 10 വീഡിയോക്കൊന്നും നമ്മൾ പ്രതീക്ഷിച്ചത്ര കമൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 25 കമൻറ്റ് കിട്ടുന്ന വീഡിയോ മാത്രമേ നമ്മൾ ഗിവ് അവേയിൽ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയണവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവരോട് മുന്നത്തെ വീഡിയോ കണ്ട എല്ലാവരോടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മളെ ഗിവ് അവേയിലെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അന്ന് ഉച്ചയ്ക്ക് കുഞ്ഞിരാവ് വന്നതിന് ശേഷം ഞാൻ കട്ടിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടി കേട്ടോ, റൂമിൽ ഇങ്ങനെ കട്ടിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, എന്നാലും നമ്മളെ റൂമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ടാട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ പറയുന്നത്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.